ഹായ് ഗായ്സ്, ഇതൊരു ലക്ഷദ്വീപ് വ്ളോഗാണ്. ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയും നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ ചെക്കിങ്ങിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ആ സമയത്ത് ഒരു ഗ്യാപ്പിൽ നമ്മൾ റീൽസൊക്കെ എടുത്ത് നമ്മൾ സൂട്ട് കേസിൻ്റെ മേലെ കാലൊക്കെ കയറ്റി വലിയ ആൾക്കാരെ പോലെ കാട്ടിക്കൂട്ടി. പിന്നെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. പിന്നെ നമ്മൾ ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കണ്ടില്ലേ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ, കാരണം ഒരു ചെറിയ ഫ്ലൈറ്റിൽ പോകാനുള്ള ഒരാൾക്കാരേ ഉള്ളൂ, അതും ലക്ഷദ്വീപിക്ക് മാത്രം. അങ്ങനെ നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബസ്സിലാണ് നമ്മളെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ബസ്സിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ നമ്മളെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ബസ് നിർത്തിയിട്ട് കാത്തിരിക്കുകയാണ് നമ്മളെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ലഗേജൊക്കെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഒന്ന് നീലിയിട്ട ആൾ ഞാനാണ്. അപ്പോൾ ഞങ്ങൾ നേരെ പോവുകയാണ് ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. നമുക്ക് പുറത്തുനിന്നാണ് കയറുക. നമ്മൾ ഇൻ്റർനാഷണലൊക്കെ പോലെയല്ല, ഡൊമസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നാണ് കയറുന്നത്. ചെറിയൊരു മഴ ചാറാൻ തുടങ്ങിയിരുന്നു ആ സമയമാകുമ്പോഴേക്കും. അങ്ങനെ നമ്മൾ നല്ല അച്ചടക്കത്തോടെ ലൈനിൽ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറുന്നതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് വേറൊരു ഫ്ലൈറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി കൂടെ കുറച്ച് വലിയൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു അത്. അപ്പോൾ അത് നോക്കി ഞങ്ങൾ നിന്നു. പിന്നെ ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ ഭയങ്കര ഒരു തിരക്ക്, ഒരു റഷ്. എല്ലാവരും കയറി ഒന്ന് സെറ്റിലാവുന്ന നേരം ഉണ്ടാവുന്ന ആ ഒരു റഷ് ഉണ്ടല്ലോ, അതാണ്. കൂടുതൽ ആൾക്കാർ മലയാളീസ് തന്നെയായിരുന്നു. അതായത് കണ്ടപ്പോൾ എല്ലാവരും മലയാളീസ് ആയിട്ടാണ് ഞാൻ തോന്നിയത്. അങ്ങനെ കുറേ നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രിപ്പാണിത്. ഞങ്ങൾ കുറേ ആഗ്രഹിച്ചിട്ട് ഒരുമിച്ച് പോവുകയാണ്. ഒരുമിച്ച് നമ്മൾ ഇഷ്ടം പോലെ ട്രിപ്പ് പോയിരുന്നു, ബട്ട് ഫ്ലൈറ്റിൽ ഇതാദ്യമായിട്ടാണ്. അപ്പോൾ വി ആർ സോ എക്സൈറ്റഡ്. ഞാൻ കുറച്ചധികം എക്സൈറ്റഡ് ആണ്. അതെൻ്റെ മുഖത്ത് കാട്ടിക്കൂട്ടിൽ കണ്ടറിയാലോ. ഇങ്ങനെ ഞങ്ങൾ റിലാക്സ്ഡ് ആയിട്ടൊന്ന് പുറത്തേക്ക് നോക്കുക, കാഴ്ച കാണാമെന്ന് കരുതിയപ്പോൾ ഒരു തുള്ളി സാധനം നേരെ കാണാൻ പറ്റില്ല. കാരണം ഗ്ലാസ്സൊക്കെ ഭയങ്കര അൺക്ലീൻ ആയിരുന്നു, വൃത്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നേരെ കാണാൻ പറ്റിയില്ല. ഞാൻ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സൊക്കെ പോയിട്ടുണ്ട്, അതൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. ഇത് ഇൻഡിഗോ ആയതുകൊണ്ടാണോ അതോ ഡൊമസ്റ്റിക് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അധികം ക്ലീനൊന്നും ഉണ്ടായിരുന്നില്ല ഗ്ലാസ്സൊന്നും. അങ്ങനെ നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ലക്ഷദ്വീപിലേക്ക് എത്തുകയാണ്. ലക്ഷദ്വീപിലെ അഗത്തി എന്ന് പറഞ്ഞിട്ടുള്ള ആകെ ഒരു എയർപോർട്ടേ അവിടെ ഉള്ളൂ. അവിടേക്കാണ് നമ്മൾ ലാൻഡ് ചെയ്യണത്. അപ്പോൾ ആ സമയത്തത്തെ വ്യൂ ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം നമുക്ക് ഈ കടലിൻ്റെ കളർ മാറുന്നത് നല്ല അടിപൊളിയായിട്ട് കാണാം. അതായത് ഒരു ഒരു പച്ചയല്ല, നീലയല്ല, ഒരു ടർക്കോയിസ് എന്നൊക്കെ പറയുന്ന കളറില്ലേ, ആ കളറിലേക്ക് ഈ വെള്ളം മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്ത് നമ്മുടെ ലഗേജിന് മറ്റേ ബെൽറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയൊരു എയർപോർട്ട് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് അവർ ലഗേജ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ അവിടുന്ന് നമ്മുടെ ലഗേജ് എടുക്കുക. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മളെ ഗൈഡ് എന്നല്ല, നമ്മളെ ഏജൻറ്റ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അയാൾ നമ്മുടെ റൂമിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് 2 സൈഡ് നോക്കിയാലും ഫുൾ കടൽ, അതും ഈ ടർക്കോയിസ് കളറിലുള്ള കടൽ. അയ്യോ, അത് ഇത്രയും ഭംഗിയുള്ള ഒരു സംഭവം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. എത്ര കണ്ടാലും മതിയാവില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അങ്ങനെയാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് എത്തിയ ഒരു ചെറിയൊരു റൂമാണ്, നല്ലൊരു AC ഒക്കെ സെറ്റപ്പ് ആയിട്ടുള്ള റൂമാണ്. കാരണം ഭയങ്കര ചൂടാവിടെ, ചുട്ടിട്ട് മരിക്കും മനുഷ്യൻ. നമ്മൾ സൺസ്ക്രീൻ ഇടാതെ പുറത്തിറങ്ങിയാൽ വെന്ത് ചാവും. അപ്പോൾ ഇതാണ് നമ്മൾ പുറത്തിറങ്ങിയ ആദ്യം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയ സ്ഥലമാണ് ഇത്. അപ്പോൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ അപ്പുറവും ഇപ്പുറവും 2 ഏരിയയും 2 സ്ഥലത്തും എന്താണ് ഈ കടൽ തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ ഉച്ചയ്ക്കാണ് എത്തിയത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഭക്ഷണം കിട്ടി, ഇഷ്ടം പോലെ നമുക്ക് വയറ് നിറച്ച് കഴിക്കാം. അത് നമ്മുടെ നാടൻ ഫുഡ് പോലെ, അതായത് ചോറ്, പരിപ്പ് കറി, ബീട്രൂട്ട് ഉപ്പേരി, ചിക്കൻ വറുത്തത്, പിന്നെ അച്ചാറ്, മീൻ കറി, കോവയ്ക്കുപ്പേരി, പപ്പടം, പിന്നെ കുറച്ച് സാലഡ് ഉണ്ട്. ആ പപ്പടത്തിൻ്റെ അടിയിൽ മുങ്ങിപ്പോയതാണ്, ഞാൻ ഇപ്പോൾ എടുത്ത് മാറ്റി കാണിച്ചു തരാം. കണ്ടില്ലേ, സാലഡ്. അയ്യോ, ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു. മീൻ കറി ഞാൻ അധികം കൂട്ടാത്തതുകൊണ്ട് ഞാൻ അധികം എടുത്തില്ല. ബട്ട് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറും മനസ്സും നിറഞ്ഞു. അപ്പോൾ ഫുഡ് കഴിച്ച് നമുക്ക് ഇരിക്കാനൊരു സ്പേസ് ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് ഭയങ്കര സുഖം, ഭയങ്കര റിലാക്സേഷനാണ് അവിടെ. കാരണം അധികം ഒച്ചയും ബഹളം ഇല്ല, എപ്പോഴും ഈ കടലിൻ്റെ ആ ഒരു തിരണ സൗണ്ട്. പിന്നെ പ്രത്യേകിച്ചിട്ട് ആ മണലിൻ്റെ കാര്യം പറയാം. മണൽ വെള്ള മണലാണ്, വൈറ്റ് സാൻഡ് എന്നോ എന്താ അതിന് പറയാൻ എനിക്കറിയില്ല. വെളുത്ത കളർ മണലായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര കൂളിംഗ് ആണ്. നമ്മൾ സാധാരണ എൻ്റെ ഒരു അറിവിൽ സാധാരണ മണലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും ഇല്ലേ, ബീച്ചിൽ നല്ല വെയിലാണെങ്കിൽ. പക്ഷേ ഇവിടെ മണലിൽ കൂടെ നമുക്ക് സുഖമായി നടക്കാം, ഒരു ചൂടും ഇല്ല, ഒരു വെയിലും ഇല്ല, ഒന്നും ഇല്ലാത്ത പോലെയാണ്. ഭയങ്കര കൂളിംഗ് ആണ്. അങ്ങനെ ഇതാണ് നമ്മുടെ ഏകദേശം ഒരു അന്തരീക്ഷം. നമ്മൾ നേരെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി. അപ്പുറത്ത് ഞാൻ ഊഞ്ഞാലാണ്, അപ്പോൾ പാഞ്ഞ് കയറിയിരുന്നതാണ്. നല്ല സുഖമാണ് ഇവിടെ. നമ്മൾ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല. നമുക്ക് നമ്മുടേതായ കാര്യം നോക്കി നമുക്ക് സമാധാനപരമായിട്ട് ഇവിടെ ജീവിക്കാം.
അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. മരത്തിൻ്റെ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് ആ ഊഞ്ഞാൽ കിടക്കാം. പിന്നെ ആ കടലിൻ്റെ അവിടെ നിന്ന് വരുന്ന ചെറിയൊരു കാറ്റ്, അതായത് നമ്മുടെ ഈ വർക്ക് ലൈഫിൽ നിന്നൊക്കെ ഒന്ന് മാറി നമുക്ക് കുറച്ച് നിശബ്ദത, സൈലൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ലക്ഷദ്വീപ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗം കിട്ടും നിങ്ങൾക്ക്. അതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നമ്മുടെ ഗൈഡ് വന്നു നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആദ്യം തന്നെ ഞാൻ പറയാലോ, ചില വീഡിയോസ് പോർട്രേറ്റ് ആയിരിക്കും, ചില വീഡിയോസ് ലാൻഡ്സ്കേപ്പ് ആയിരിക്കും. കാരണം നമ്മളങ്ങനെ ശ്രദ്ധിച്ചില്ല. നമ്മൾ കാഴ്ച കണ്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ശരിക്കും നമ്മൾ ഏതിലാണ് എടുത്തതെന്നുള്ളത് ഓർമ്മയില്ല. അപ്പം ഞാൻ മിക്സ്ഡ് ആക്കിയിട്ടാണ് എല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ കാറിൽ നമ്മുടെ ഗൈഡ് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ വേണ്ടി കൊണ്ടുപോകണം. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മുടെ സൈറ്റ് സീയിങ് ആണ്. സൈറ്റ് സീയിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ഈ ലക്ഷദ്വീപിൽ ആ ഒരു ഐലൻഡ്, നമ്മൾ പോയിട്ടുള്ള അഗതി ഐലൻഡ് ഫുള്ളായിട്ട് നമ്മളെ ഒന്ന് ചുറ്റും കറക്കി കാണിച്ചു തരും. അതാണ് ഫസ്റ്റ് ഡേ. അത് അവിടുത്തെ കടകളാണ് അപ്പുറത്തെ സൈഡിൽ കാണുന്നത്, വീടുകൾ, ഇതൊക്കെ എല്ലാം അവിടെ ഭയങ്കര ചെറുതാണ്. നമുക്കവിടെ ഭയങ്കര ലക്ഷറി ആയിട്ട് ഒന്നും നമുക്കവിടെ കാണാൻ പറ്റില്ല. ലക്ഷറി വിചാരിച്ച് പോകുന്നവർക്ക് അവിടേക്ക് പോകണ്ടെന്നാണ് ഞാൻ പറയുക. കാരണം ഒരു നാട്ടുപ്രദേശമൊക്കെ പോലെ ഒരു നല്ലൊരു കാം ആൻഡ് പീസ്ഫുൾ പ്ലേസ് ആണത്. കണ്ടില്ലേ, ട്രാക്ടർ, പണ്ടത്തെ സാധനങ്ങളെ പോലത്തെ ഒരു ട്രാക്ടർ, അതൊക്കെ ഉണ്ടാവും. കടകളൊക്കെ പണ്ടത്തെ പോലെ ചെറിയ ചെറിയ കടകളൊക്കെയാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ വലിയ കുടീശ്വരന്മാരുടെ ബിൽഡിങ്ങും വീടും ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ചില ഗസ്റ്റ് ഹൗസുകൾ, അങ്ങനത്തെ ചെറിയ ചെറിയ ഗസ്റ്റ് ഹൗസ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് അവിടെ കുറച്ച് ലക്ഷറി പോലെ ഉണ്ടാവുള്ളൂ. അല്ലാത്തതൊക്കെ സാധാ പാവപ്പെട്ട മനുഷ്യന്മാരുടെ സാധാ സാധനങ്ങളൊക്കെ തന്നെയാണ്. സാധാ വീട്, ആട്ടുംകുട്ടി, അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളാണ് അവിടെ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഉപ്പ് രസമുള്ള വെള്ളമായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെ ഉപ്പ് രസത്തിൻ്റെ കാരണം നമുക്കറിയാലോ, കാരണം കടലാണ് ചുറ്റും, അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മളെ ഓരോ ബീച്ചായിട്ടാണ് ഇത് പറയുക വരിക. നമ്മൾ ഒരു ബീച്ചിൻ്റെ സൈഡിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ കാണുന്നതാണ് കടകൾ, ചെറിയ പള്ളികൾ ഉണ്ടായിരിക്കും. ഒരു പള്ളി എന്തോ എൻ്റെ ഒരു ഓർമ്മയിലുള്ളൂ, ഒരു പള്ളി അവിടെ ഉള്ളൂ തോന്നുന്നു. പിന്നെ ഒരു സ്കൂള്, കൂടുതൽ അവിടെ മുസ്ലിം ഏരിയയാണ്, മുസ്ലിംസാണ് കൂടുതൽ. എന്ത് നല്ല ആൾക്കാരെന്നറിയോ, ഭയങ്കര നല്ല നല്ല ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. ഓരോ ആൾക്കാരും അവിടെ നമുക്ക് ഒരുമാതിരിപ്പെട്ട ഒരാൾ പോലും ഇല്ല അവിടെ. അങ്ങനത്തെ ഒരു നാട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് അവിടെ ആരോട് പോയി ചോദിച്ചാലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവർ വീട്ടിൽ നിന്ന് വെള്ളമോ ചായയോ എത്ര വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന് തരും. നമുക്ക് ഉണ്ടാക്കി തരും അവർ. അത്രയും ഭയങ്കര പാവം പിടിച്ച നല്ല ആൾക്കാരാണ് അവർ. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സൈറ്റ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ട്രാൻസ്പെറൻസിയിലോടും താഴേക്ക് മീനുകളൊക്കെ നല്ലോണം കാണാമായിരുന്നു. അങ്ങനെ അവർ ഗൈഡ് ചോദിച്ചു ഞങ്ങളടുത്ത് ഇത്തിരി അഡ്വഞ്ചർ താല്പര്യമുണ്ടോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓഫ് കോഴ്സ്. അങ്ങനെ ഞങ്ങളെ ഇതിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോവാണ് ചെയ്തത്. ആ ഒരു പാലത്തിൻ്റെ താഴെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്ത് ഭംഗിയാണ് താഴെ ഭാഗത്ത്. കാരണം ഇത് നമ്മൾ സൂക്ഷിച്ചും കണ്ടും പോകണം, ഇല്ലെങ്കിൽ നമ്മൾ വഴിക്ക് വെള്ളത്തിൽ വീഴും. അത്യാവശ്യം നല്ല വെള്ളമുള്ള സ്ഥലമാണത്. നല്ല ട്രാൻസ്പാരൻ്റ് ആണ്. നമ്മൾ ഈ ഫോണിൽ കാണുന്ന പോലെ നേരിട്ട് ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. ഈവനിങ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈ വെള്ളം കയറിയിട്ട് ആ ഭാഗമൊക്കെ ഭയങ്കര സ്ലിപ്പറിയാണ്. അത് കാണുന്നത് തെരണ്ടിയുടെ ചെറിയൊരു കുട്ടീനെയാണ്. പിന്നെ ഈ മീനൊക്കെ അവിടുത്തെ അവരെനിക്ക് പേരൊക്കെ പറഞ്ഞു തന്നായിരുന്നു, എനിക്കത് ഓർമ്മയില്ല. പിന്നെ കണ്ടില്ലേ ഞാൻ കൊത്തി വലിഞ്ഞു പോണത്, ഇതൊക്കെ ഓരോ ഷെല്ലും സാധനങ്ങളും കണ്ടില്ലേ അടിഞ്ഞുകൂടി നിൽക്കുന്നത്. കാരണം രാത്രിയാകുമ്പോൾ ഈ വെള്ളം ഇതിന് മേലേക്ക് കയറി വരും. അപ്പോൾ ഇതിൽ വെള്ളം അടിഞ്ഞുകൂടി അതിൽ നിന്ന് അവിടെ ഫുൾ സ്ലിപ്പറി ടെക്സ്ചറാണ്. നമ്മൾ സൂക്ഷിച്ച് വേണം നടക്കാൻ, ഇല്ലെങ്കിൽ വെള്ളത്തിൽ മോന്തി അടിച്ച് വീഴും. അതിൽ കണ്ടില്ലേ വടി പോലത്തെ ഒരു സാധനങ്ങൾ വര പോലെ, അതൊക്കെ മീനാണ്. അതൊന്നും നമുക്കറിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു, അടുത്ത ബീച്ചിലേക്ക് പോയി. അതായത് ഓരോ സ്ഥലത്തും എല്ലായിടത്തും ബീച്ച് തന്നെയാണല്ലോ, എല്ലാം കടലാണല്ലോ. അപ്പോൾ അടുത്ത ബീച്ചിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് അവിടെ ജസ്റ്റ് അവിടെ കൂടെയൊക്കെ പോയി നമ്മൾ കുറച്ച് ഷെല്ലൊക്കെ പെറുക്കിയെടുത്തു. നല്ല ഭംഗിയുള്ള പലതരം ഷെല്ലുകൾ കിട്ടി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളങ്ങനെ ഷെല്ലൊന്നും കൊണ്ടുവരാൻ പാടില്ല, ഞാൻ ചെറിയ ഷെല്ലിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തി. ആ ബീച്ചിൽ നിന്ന് കഴിഞ്ഞു. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഡ്രിങ്കൊക്കെ കുടിച്ചൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമുക്ക് അവിടെ നിന്ന് ഇളനീർ ജ്യൂസ്, അതേപോലെ സപ്പോട്ടയുടെ ജ്യൂസൊക്കെ ഉണ്ടല്ലോ, അവർ നല്ല ഫ്രഷായിട്ട് അവിടെ കുറച്ച് കുട്ടികൾ വിൽക്കാൻ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ്ഡായി. അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുവന്നു. അതാണ് ഇത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഈ ലക്ഷദ്വീപിലേക്കുള്ള എല്ലാം, അതായത് ഈ ഐലൻഡിലേക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എന്ന് പറയുമല്ലോ, അത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. കാരണം ഇവിടേക്കാണ് കപ്പൽ വരിക. കപ്പലിൽ നിന്ന് കണ്ടില്ലേ, അവർ ഈ കപ്പലിൽ നിന്നാണ് ഈ ഫുഡ് ഐറ്റംസ് ആയിരിക്കും, പച്ചക്കറി ആവാം, സിമെൻ്റ് ആവാം, അങ്ങനെ പലതരം സാധനങ്ങൾ ഇവിടേക്ക് എന്ത് വേണം നമുക്ക് ജീവിക്കാൻ അതെല്ലാം കൊണ്ടുവരുന്നത് ഈ കപ്പലിൽ നിന്നാണ്. അപ്പോൾ എല്ലാം ഈ ലക്ഷദ്വീപിക്ക് വേണ്ട എല്ലാം
ഈ കപ്പലിലാണ് എത്തിക്കുക. അപ്പോൾ ഞാൻ ഈ കപ്പൽ പറയുന്നത് ഈ ബോട്ടിനാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിലൂടെയാണ് എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് കൊച്ചിയിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് നമുക്ക് വീട് പണി ആയിക്കോട്ടെ, ബിൽഡിങ്ങിന് പണിയാനുള്ള സാധനങ്ങളായിക്കോട്ടെ, പച്ചക്കറി, ഫ്രൂട്ട്സ്, അങ്ങനെ ജീവിക്കാൻ എന്തൊക്കെ വേണോ അതൊക്കെ ഈ ബോട്ടിലൂടെയാണ് ഇവർ ഈ ലക്ഷദ്വീപിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ബീച്ചിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ സൺസെറ്റ് കാണാനാണ് നമ്മൾ മെയിനായിട്ട് കൊണ്ടുപോയത്. അവിടെ എത്തിയപ്പോൾ എന്ത് ഭംഗിയ സൺസെറ്റ്, എന്ത് രസമാണെന്നറിയോ. അധികം ആൾക്കാരില്ല, നമുക്ക് അതിൻ്റേതായിട്ടൊരു സ്പേസ് ഉണ്ട്, നമുക്ക് ഇരിക്കാനൊരു സ്പേസ്. നമ്മളൊരു ഊഞ്ഞാലാണ് ഇരുന്നിരുന്നത്. അതുകൊണ്ട് നല്ല സുഖമായിട്ട്, നല്ല സമാധാനമായിട്ട്, വൈകുന്നേരം ആയപ്പോൾ ആ വെയിലൊക്കെ ഒന്ന് മാറിയപ്പോൾ ഭയങ്കര സുഖം. കടയിൽ ഞങ്ങൾ ഇരിക്കുന്നത് ഒരു ഊഞ്ഞാലിലാണ്. ഞങ്ങളുടെ ബാക്കിലൊരു ചെറിയ കടയുണ്ട്. അവിടെ നമ്മൾ കുറച്ച് ജ്യൂസ്, അതേപോലെ സ്നാക്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ കഴിച്ചു. ആ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് കറക്റ്റ് നമുക്ക് നേരെ കാണാൻ പറ്റുമായിരുന്നു സൺസെറ്റ്. ആ കടലിൽ നിന്ന് വരുന്ന കാറ്റും. ഈവനിങ് ആയപ്പോൾ ഭയങ്കര രസം. നമ്മൾ രാവിലത്തേക്കാളും ഭയങ്കര രസമാണ് ഈവനിങ്. പിന്നെയും അതിലും രസമാണ് നമുക്ക് രാത്രി. തണുപ്പും വെച്ചാൽ ഭയങ്കര തണുപ്പല്ല, ഭയങ്കര ഒരു സുഖമുള്ള ഒരു അന്തരീക്ഷം. ഇങ്ങനെ കുറേ ഊഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കാണാം നമുക്ക്. അങ്ങനെ ഞാനൊരു ഊഞ്ഞാൽ വലിഞ്ഞ് കയറി. രാത്രി വെള്ളമൊക്കെ കയറുമ്പോൾ ആ ഊഞ്ഞാൽ വരെ എത്തുമെന്നാണ് അവർ പറയണത്. അത്യാവശ്യം വെള്ളം ഉണ്ടാവും എന്നാണ് പറയണത്. അതുകൊണ്ട് ഊഞ്ഞാൽ ചെറിയൊരു പായലും പൂപ്പലൊക്കെ ഉണ്ടായിരുന്നു. മാക്സിമം സമയം നമുക്ക് അവിടെ ചിലവഴിക്കാം. ആരും നമ്മളെ ഒരു ശല്യത്തിനും വരില്ല, ഒന്നിനും വരില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള, ഞങ്ങൾ കണ്ടില്ല വ്ളോഗ് എടുക്കുകയാണ്, ഞങ്ങൾ ഓൺ വോയിസ് പോലെ ജസ്റ്റ് ഡയറക്റ്റ് ഇടാമെന്നാണ് കരുതിയത്. പിന്നെ നോക്കിയപ്പോൾ വിചാരിച്ചു വോയിസ് ഓവർ ചെയ്യാമെന്ന്. അങ്ങനെ വാദോരാതെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയുകയാണ് അത് ഇത് മറ്റേത് മറിച്ചതെന്നൊക്കെ. ബട്ട് ഞാൻ എന്ത് ചെയ്തു, തന്ത്രപരമായിട്ട് ഞാൻ വോയിസ് ഓവർ ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് ഞാൻ ഇന്നേ വരെ പോയിട്ടുള്ള ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. ഡേ 1 തന്നെ ഞങ്ങൾക്ക് അവിടുന്ന് പോരണ്ടാന്നായി. അത്രയും രസം, ഭയങ്കര സുഖം. അങ്ങനെ ഞങ്ങൾ രാത്രിയപ്പോൾ റെൻറ്റിന് ഒരു സ്കൂട്ടർ എടുത്തു. നമുക്കവിടെ സ്കൂട്ടി റെൻറ്റിന് കിട്ടും. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ കട തപ്പിപ്പോയി. രാത്രിയപ്പോൾ ഞങ്ങൾക്ക് വിശക്കെന്ന് പറഞ്ഞാൽ നമുക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. എന്നാൽ നമുക്ക് വേറെ കടയിൽ പോയി കഴിക്കുക എന്നുള്ളൊരു ആ ഒരു സ്വഭാവം നമുക്കുള്ളതുകൊണ്ട് കട തപ്പി ഞങ്ങൾ പോവുകയാണ്. പിന്നെയാണ് ഞങ്ങൾക്ക് ഓർമ്മ, നോമ്പാണല്ലോ, കടയൊന്നുമില്ല. കട അവർ തുറക്കും, പക്ഷേ 12 മണിക്ക് ശേഷമാണ് ലക്ഷദ്വീപിൽ നോമ്പിൻ്റെ സമയത്ത് കടകൾ തുറക്കുള്ളൂ. കട തുറന്ന ഇഷ്ടം പോലെ നമുക്ക് നീരാളി അത് ഇതങ്ങനെ നമ്മൾ കഴിക്കാത്ത കുറേ സാധനങ്ങൾ കഴിക്കാൻ പറ്റുമെന്ന് അവർ പറഞ്ഞിരുന്നു. ബട്ട് ഡേ 1 ഞങ്ങളത് ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. എന്നാലും ഞങ്ങൾ ഐലൻഡ് ഫുള്ള് കവർ ചെയ്തു. 6 കിലോമീറ്ററോ എന്തോ ഉള്ളൂ, 6 കിലോമീറ്ററേ ഉള്ളൂ ആ ഐലൻഡ്. ഞങ്ങൾ ആ ഒരറ്റം പോയി വീണ്ടും മറ്റേ അറ്റം പോയി, അങ്ങനെ 2 വട്ടം ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ഐലൻഡ് കവർ ചെയ്തു. സ്കൂട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഒരു മനുഷ്യൻ്റെ കുട്ടി അവിടെ ഇല്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോവാം. വഴി തെറ്റുന്നുള്ളൊരു പേടിയേ വേണം. നമ്മൾ എങ്ങനെ പോയാലും കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തും. ആകെ ചെറിയ റോഡും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാത്രി സ്പെൻഡ് ചെയ്തു. എന്നിട്ട് നേരെ ഞങ്ങളുടെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലക്ഷദ്വീപിലെ ഡേ 1. ഡേ 2 ആയിട്ട് ഞാൻ വീണ്ടും വരും. ബൈ ഗൈസ്, ഹാവ് എ ഗുഡ് ഡേ.